പുതിയ വീഡിയോയിലേക്ക് പറ സ്വാഗതം. അപ്പൊ നമ്മളിന്ന് അഞ്ചിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അഞ്ചിന്റെ വീട്ടിൽ നോക്കാൻ 400 ആള് ബാക്കില് എന്നെ പോരെടുത്ത് കൊല്ലണം എന്റെ അമ്മായി. ഞാനാണ് തിരിച്ചു പോരുന്നത് മാത്രമേ ഉള്ളൂ. അതെ, മൈക്ക് എല്ലാവർക്കും കേൾക്കണ്ടോന്ന് അറിയില്ല, എല്ലാവർക്കും കൊടുക്കാൻ ഇങ്ങനെ വെച്ചോണ്ട് പോകും. മനസ്സിലായ? അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വെഡിങ് ആനിവേഴ്സറി ഇന്നല്ല 2 ദിവസമായി കഴിഞ്ഞിട്ട് നമ്മളിന്ന് കേക്കൊക്കെ മുറിച്ച് മെയ് 27 ഞാൻ അങ്ങനെ പെട്ട ദിവസം എന്താണ് ഭാഗ്യമാണ്. ഇനി അമ്മേനെ ഞാൻ കുറച്ച് പൊക്കാം. പറ്റിയതാ ഇങ്ങനെ കുടുംബത്ത് വന്ന് പെട്ട സോറി ജീവിക്കുന്ന എനിക്ക് അവാർഡാണ് ഈ അരമംഗലം പഞ്ചായത്തുകാര് തരാൻ പോണത്. പിന്നെ അവരെന്നും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന്. ഇപ്പൊ എന്റെ അമ്മ മരിക്കും. ഇതാണ് എന്റെ ഫ്രണ്ട്, വൺ ആൻഡ് ഓൺലി ഫ്രണ്ട്, എന്റെ ക്രൈം പാർട്ട്ണറാണ്. സന്തത സഹചാരി ആ സാധനല്ലേ. ഒരു ഗ്യാപ്പ് ഉണ്ടായിക്കൂടെ പോയതാ. ബാക്കി സദാചാരനെ പതിവ്രതയാ. വീഡിയോ നമ്മള് എന്താന്ന് വെച്ചാൽ ഇന്ന് അമ്മോട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അമ്മയ്ക്ക് ആരാണ് എന്തൊക്കെയാണ് തോന്നുന്നത്, അമ്മ നമ്മളെ വെള്ളത്തിലിട്ട് മുക്കും, മേക്കപ്പ് ഒക്കെ ഒളിച്ച് പോകും തോന്നുന്നുണ്ട്. നാളെ ന്യൂസ് വരും നന്ദു മുങ്ങിച്ചത്തൂന്ന്. അത് വേറെ മുക്കന്നെ. അമ്മ ചെറുപ്പത്തിൽ എന്നെ മുക്കി കൊല്ലാൻ നോക്കിണ്ട് കൈസ്. അമ്മയ്ക്കെതിരൊരു കേസും കൂടി ഇപ്പൊ പൊന്തും. അമ്മക്കൊല്ല മുക്കി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. രാഹുൽ ചേട്ടൻ അമ്മ എടുത്ത് നിന്നെ മുക്കും. നോക്കിക്കോ, നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പൊ അമ്മ വെള്ളം കളയല്ല. ഓക്കെ. വെള്ളം കഴിക്കാൻ ബിഗ് ബോസ് നന്ദനോട് തുറച്ചിട്ടേ പോകും. പിന്നെ മൈക്ക് പറയണം അമ്മ, എന്നിട്ട് പറയണം. ഇങ്ങനെ പറയണ്ടട്ടാ ആരാണ് ചീറ്റ്. ഒരു സോയ തരുമോ? എള്ളുണ്ടി അഞ്ച് തിന്നുന്നുണ്ട്. മൈക്ക് കൂടെ കൊടുത്തപ്പോ പറയട്ടെ എള്ളുണ്ടി അഞ്ച് തിന്നുന്നുണ്ടെന്ന മൈക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് കാണട്ടോ. അമ്മതെ തള്ളിയിടുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ദുബായി കിടക്കുന്ന അനിലിന്റെയും ഇവിടത്തെ എല്ലാവരുടെയും മാമനാണത്. ഈ ലോകരുടെ മൊത്തം മാമനാ. പിന്നെ അമ്മായി, അതായത് ബന്ധത്തിലുള്ളൊന്നാവില്ല, എല്ലാവരും മാമന അമ്മായി എന്ന് വിളിക്കുക. അത് ഒരേ ഒരു മകളാണ്. പിന്നെ ഒരു ചേട്ടൻ കൊടുക്കും. ഇൻട്രൊഡക്ഷൻ ചാവാണെങ്കിൽ എന്നെ പിടിച്ചെടുക്കണേ. മരുമോളെ വേണ്ടേ? ആരാണ് ലേറ്റ് ആയി എഴുന്നേക്കണ ആൾ? അമ്മക്ക് എന്താ ഒരു പവറ്. രാവിലെ എന്തോ ഉണ്ടായിട്ട് രണ്ടുപേരും തമ്മില് പവറില്ല. തീരെ പണിയെടുക്കാത്ത ആൾ. കുടുംബത്തിന്റെ പട്ടി പണിയെടുപ്പിക്കുക. അവിടെ സന്തോഷായി. പുലർച്ചെ 4 മണിക്ക് എണീക്കുമ്പോ തുടങ്ങണ പണികളാ. പുലർച്ചെ 4 മണിക്ക് പണിയെടുപ്പിക്കുക. ആ സമയത്ത് ഇവിടെ അനന്തശയനായിരിക്കും. ഇനി പറഞ്ഞോ. അടുത്തത് ആദ്യം കരയുന്നയാൾ. എന്നെ മുക്കിടില്ല, എന്നെ ഇങ്ങനെ തുമ്മുള്ള ഇവിടെ മുക്കിയോണ്ടേ ഇരിക്കുക. അമ്മ മുക്കി കൊല്ലുങ്ങനെ. നല്ല കാര്യമുള്ളോ, ചെറുതേ മുക്കുള്ളതാ. നിന്റെ കൂടെ വരില്ല. പോണം. അടുത്ത ചോദിച്ചോ. ആരാണ് പെട്ടെന്ന് തല്ലുകൂടുന്നത്? ശ്വാസം വിടാൻ ഇനി എന്തുകൊണ്ടാണ് നന്ദുവാണ് വീട്ടിലേറ്റ് നന്നായി പണിയെടുക്കാൻ നമ്മ പറയുന്നതിന്റെ കാരണം? മടി. ഇരുന്ന് പോകുമ്പോ അവിടെ വീട്ടിലേക്ക് പോവില്ലേ, ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും അമ്മ അല്ല.
ഏതെങ്കിലും പെൺമക്കള് അവനവന്റെ വീട്ടിൽ പോകുമ്പോ പണിയെടുക്കില്ല. ലോകത്തുള്ള എല്ലാ പണിയും ചെയ്യും. ചെയ്യില്ല, അത് ചെയ്യില്ല, ചെയ്യില്ല. അത്രേ അത് വിചാരിച്ചിട്ടുള്ളൂ, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അതെ, ഞാൻ ഇരുന്നിന് ഭക്ഷണം കഴിക്കാൻ എനിക്കൊക്കെ വളമി ഫ്രണ്ടിൽ വെച്ചോണ്ടിരുന്ന വരൂട്ടാ. ഇവിടെ ഇത് തേക്കൂടെ ഞാനല്ല. ഇപ്പൊ അമ്മയുടെ തലയിലിട്ടുട്ടാ. ഈ അമ്മയാണ് തുടക്കട്ടത്. ഞാൻ പണിയെടുക്കാൻ വന്ന അമ്മയാണ്. എന്നിട്ട് ഇപ്പൊ അമ്മയുടെ തലയിലിട്ടു. അതെ, തമാശയല്ല, ഇത് സീരിയസ് ആക്കി എടുത്തു ഞാൻ. ആണോ? എനിക്ക് നഷ്ടപരിഹാരം, എനിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഞാൻ അടുത്ത് ചോദിക്കുമ്പോളെ ഡെയിലി കുളിക്കാത്തതാരാണ്? ഡെയിലി കുളിക്കാത്തതാരാ? ആരെങ്കിലും തല കുളിക്കില്ല. ആ നോക്കിക്കോ, ഞാൻ പൊതിച്ചു വെച്ചേരാം. തല കുളിക്കില്ല വെച്ചിട്ട് മുറിക്കിട്ട് ഞാനിപ്പോ കേട്ടോ മാറിയിട്ട് അടിമുളച്ചുവാ വാരിക്കൊക്കെ പൊട്ടിട്ടത്. ഇത് ശുദ്ധമായ കിണറ്റിലെ വെള്ള. അതെ, ഓക്കെ. എന്താ ഞാൻ കുളിക്കില്ല എന്ന് പറഞ്ഞേ? കുളിക്കല്ല. നാറ്റുണ്ടെന്നെ. നാറ്റല്ല, തല തല ഇവിടെ തല ഇന്ന് തല കുളിച്ചിട്ട് വന്നേ കഴിച്ചാൽ ഇന്ന് നമ്മ എന്താ സൈഡ് തല കുളിച്ചിട്ട് വന്നേ? അടുത്ത് ചോദിക്കുമ്പോളെ എന്റെ വൃത്തിയായിട്ട് തോന്നുന്നുണ്ട് എന്നെ കാണുമ്പോ. എന്താ തോന്നാറാ പറയോ? നല്ലൊരു കുട്ടി. അതെ, അതെ, നിനക്കിട്ട് വെച്ചു, നിനക്കിട്ട് വെക്കില്ലട്ടാ. പിന്നിലിരുന്നിട്ട് നിനക്കിട്ട് വെക്കുന്നു, ഞാനല്ല. മൈക്കാറില്ലായിരുന്നു അമ്മയുടെ കാര്യം. അമ്മ ഞങ്ങള് അമ്മയും മോളാന്ന് എല്ലാവരും പറയുള്ളൂ. അമ്മായിമ്മ പറയില്ല. ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ എല്ലാവരും അറിയൂ ഇത് എന്റെ അമ്മ. അടുത്ത് ചോദിക്കുമ്പോളെ എനിക്ക് തോന്നുന്നത് എന്താ പറയാ, അത് വേറെ ഒന്നുണ്ടല്ലോ, എനിക്ക് ഇത്തിരി സൗന്ദര്യം അധികം ഉണ്ട്, അതുകൊണ്ട് മോളെ അടുത്ത് ചോദിക്കേ. കൊല്ലാൻ വേണ്ടിട്ട് എന്താ നോക്ക്. ആരാണ് കൂടുതൽ മേക്കപ്പ് ഇടുന്ന ആൾ? മുങ്ങിക്കോ, മുങ്ങിക്കോ. അതെ, അവിടെ ശരി. ഇവളെ പണ്ടേ ഞാനറിയോ ഒരു ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടത് ബിഗ് ബോസിന് ഞാൻ പോയപ്പോഴുണ്ടല്ലോ ഇവിടെ മുഖം കണ്ടിട്ട് ഞാൻ അമ്മ പേടിച്ചു. ഞാനാണെങ്കിലോ ഇച്ചിരി പൗഡർ, ഇച്ചിരി ലിപ്സ്റ്റിക്, അവിടെ എത്തിയപ്പോ അതൊന്നുമല്ല. ഞാനാണെങ്കിലോ കുളിമുറിയെ കയറിയിട്ട് വെള്ളം ഏത് വഴിയാ ചൂടുവെള്ളം പച്ചവെള്ളം വരാന്നറിയാത്തോണ്ട് തിരിച്ചതോ എനിക്ക് എന്റെ അനിയൻ തന്നെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ ഉണ്ട് ടെസ്റ്റ് പാക്കാന്ന് മാത്രം വാങ്ങിച്ചത്. ആ പിന്നെ കാര്യം പറയട്ടാ. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് വെട്ടി തിളച്ച വെള്ളമാണ്. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോ എന്റെ അമ്മ വരെ ചോദിച്ചത് എന്താ കാനകന്ത്രവൻ ഇറങ്ങി വരണേന്ന്. അതേപോലെ ഞാൻ എന്നിട്ട് ഞാൻ അവിടേക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ പോയത്. അവിടെ ശരിക്കും വീഡിയോ വന്നപ്പോ എന്നെ കാണാനില്ല. എന്റെ ലാവണ്ടർ കളർ ചുരിദാർ മാത്രം അവിടെ ഇവിടെയൊക്കെ നടന്നു പോണു. ഇത്രേ കാണുന്നുള്ളൂ. ഒഴുകി ഈ വെള്ളം മോത്തുണ്ടല്ലോ, ആ ഡാച്ചിലറാ എല്ലാം ഉള്ള മോത്തായിരുന്നു. പിങ്ക് കളർ ലിപ്സ്റ്റിക്കാ. ക്യാമറയിൽ വന്നപ്പോ ഇത് പോറല്ല. ഇവള് തുടക്കത്തിൽ കേറിയ സമയത്തുള്ള മുഖം കണ്ടപ്പില്ലേ ഞങ്ങള് വീട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്നുണ്ട്. വല്ല മറ്റേ വല്ല തുണി വെച്ച് തുടച്ചിട്ട് കയറ്റി വിട്ടാലോ ഒന്ന്. അതേപോലെ ആർക്കാണ് അമ്മയോട് സ്നേഹമില്ലാത്തത്? അവിടെ കിടക്കും. ബിഗ് ബോസ് കാണാൻ എല്ലാവർക്കും അറിയായിരുന്നു. അമ്മ മനസ്സ് അഞ്ചാൾക്കും ഇടയ്ക്കുണ്ടാവാറില്ല കേട്ടോ ചില സമയത്ത്. മുക്കുന്ന് നീ മുക്കും. ഒരു നേരത്തെ അന്നം മച്ചിൽ പറഞ്ഞ പോലെ ഒരു നേരത്തെ അന്നം ഇന്നലെ വരാൻ പറഞ്ഞപ്പോഴത്തെ പ്രതീക്ഷയില്ലാന്ന്. ഇതിപ്പോ എന്തിനോട് പറയുന്നത് എനിക്കൊരു മനസ്സിലായിട്ടില്ല. അവള് മുഖത്ത് വെച്ച് തുടക്കല്ലേ. കമന്റ് ബിലോ ഒന്ന് എന്തിനാപ്പോ പോയത്. എന്താ നോക്ക്. ആരാണ് ഉറങ്ങാൻ കൂടുതൽ ടൈം എടുക്കുന്നത്? ഞാൻ അവിടെ വീട്ടിൽ പോണതേ ഉറങ്ങാനാ. ആരാപ്പോ? ഇവള് 11 മണി 12 മണി വരെ ബിഗ് ബോസ് വന്നതിന് ശേഷം ഒരു ജോലിക്കും കുലിക്കും നല്ല 12 മണി വരെ സീരിയല് ഓക്കെ സമ്മതിച്ചു. സീരിയലിലെ കാര്യങ്ങൾ നോക്കുമ്പോ ഭാരതാർത്ഥം മാറ് ഷൂട്ടൊക്കെ അതാണ് എന്റെ ആ ഷൂട്ടിൽ സ്ട്രെസ്.
ഞാൻ കഴിയട്ടെ, ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് തൊണ്ടല്ലോ ഉറങ്ങാനുള്ള സമയത്ത് ഉറങ്ങുമ്പോ തെറ്റാണത്. എന്തായാലും ചേച്ചി നിന്നെ താത്തണം. കൊണ്ടുപോട്ടോ കറക്റ്റാ നിന്നെ കൊണ്ടുപോവാ. ഇനി ചോദിക്കുമ്പോളെ ആരാണ് നന്നായി ഡ്രസ് ചെയ്യാത്ത ആൾ? ആ എന്റെ മൂക്കിൽ വെള്ളം പോയിന്റെ. അവളുടെ മൂക്കിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ ചത്തടി കുഴപ്പമില്ല, ഇവിടെ ഇട്ട് മുക്ക തന്നെ. അതെ, ആ അതെ എന്നും നമ്മൾ ഒരേപോലെ ഒരുങ്ങി കഴിഞ്ഞാൽ അതിലൊരു പുതുമയില്ല. ഞാൻ വല്ലപ്പോഴും ഒരു ദിവസം ഞാൻ വല്ലപ്പോഴും ഒരു ദിവസം ഞാൻ ഒരുങ്ങി എല്ലാവരും ചോദിക്കും ഇന്നെന്താ ബർത്ത്ഡേയാണോ ആനിവേഴ്സറി ആണോ എങ്ങനെ നടക്കുക? അല്ലാത്ത ദിവസമൊക്കെ ഞാൻ ഇപ്പൊ കണ്ടില്ല അതേപോലെ തന്നെ ഞാൻ പോളോ ഞാൻ ഒന്നും ചെയ്യില്ല. അത് ശരിയായിട്ട് ഞങ്ങള് വരുമ്പോ ഇപ്പൊ മേക്കപ്പ് ചെയ്തതാണ്. ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ അങ്ങനെ ഒരു 9-5 പറക്കും. ആൾക്കാർ വരെ മിറ്റടിക്കാറില്ല. ഞാൻ പറന്നു പോണോണ്ട കരിയിലൊക്കെ പറന്നു പോകുന്നു പറഞ്ഞിട്ട് മിറ്റടിക്കാൻ ഈ മോനോട് പിന്നെ മോന് വേണേ 7:00 ജോലിക്ക് പോണം. ആളോട് 7:27 3 മിനിറ്റ് കൊണ്ട് മൈനറോട് ബസ് സ്റ്റോപ്പ് വരെ ഞാൻ എത്തിക്കണം. ഞാൻ എന്താ മൂട്ടില് മോട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഒരു കാര്യം കേൾക്കണം. പൂരത്തിന് പോയപ്പോഴേ ഒരാള് ചോദിക്കുക അമ്മയും മോളെ ഇപ്പൊ കാണാറില്ല. ഞങ്ങള് വിചാരിച്ച ആക്സിഡന്റ് ആയിട്ട് കിടക്കാവുന്നു. അങ്ങനെയാണ് ഞങ്ങള് പറഞ്ഞിട്ടാ പോവാ. അമ്മ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് അവിടെ പോയി ഇരുന്നത് റോട്ടില് അടിച്ചു പോയിട്ട് ഞാൻ തട്ടിട്ടതാ. അതെന്താണെന്നറിയോ, ഞാൻ ഒരാളായിട്ട് തല്ലൂടി. ഞാൻ വണ്ടി എടുത്ത് പോവും. അപ്പോഴേക്കും അയാളോട് കാര്യം അന്വേഷിക്കാൻ വണ്ടി ഇറങ്ങിയതാ. ഞാൻ വണ്ടി നോക്കിയപ്പോഴേ ഇങ്ങനെ കേസ് കൊടുക്കും. മൈനർ റോട്ടിന്ന് ഞങ്ങളിങ്ങനെ ഒരു കുത്തനെയാ. ഞാനത് കയറി തിരിഞ്ഞ് പകുതി തറപ്പോ ഒരാള് പിന്നാലെ വന്നിട്ട് നീ എന്തിനാണ് കയറി പോയത് ചോദിച്ചു. ഞാനല്ലേ കയറി പോയ താനല്ലല്ലോ ചോദിച്ചു. അതിന്റെ ആൾ പിന്നാലെ ഞാൻ പറയാ നടത്തറ സീനല്ലേ ഇരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞ അപ്പൊ ചേട്ടൻ വന്ന് ചെന്തേ മോളെ വെച്ചു. ചേട്ടൻ കുറെ അപ്പൊ അമ്മയും പറഞ്ഞിട്ട് അയാൾ കുറെ നേരം വെറുതെ പിന്നാലെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണോന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി. ഞാൻ വണ്ടി കൊടുത്തു. ബാക്കിലൊരു വെയിറ്റ് കുറവ് എന്നിട്ടാണ് ആഹോമിച്ചു. തിരിഞ്ഞു നോക്കിട്ട് ഇങ്ങനെ കിടക്കാൻ റൂട്ടില്ലേ നടത്താൻ എല്ലായിടത്തും ഇങ്ങനെ കിടക്കും. എന്റെ അതെല്ലാം ഒരിച്ചു പോയില്ലേ. ഞാൻ കേട്ടോണായില്ലേ. അയാള് കാണുമ്പോട്ടാണ് പറഞ്ഞത് ശരിയാണ്. ഈ പെണ്ണ് കയറി വന്നെ കുഴപ്പമായി. നാട്ടുകാരൊക്കെ കണ്ടു. എന്റെ ചുറ്റുകൂടി അവരൊക്കെ വിളിച്ചോണ്ട് നിർത്തി. അമ്മക്ക് വിചാരിച്ചു വെയിറ്റ് ഇല്ല വെയിറ്റ് ഒക്കെ കൊടുത്തൂലോന്ന് നോക്കിയപ്പോ ഇങ്ങനെ കിടക്ക ഒരു നീല സാരി മരിച്ച ഇങ്ങനെ ചാടി ആകർഷണം നഷ്ടപ്പെട്ടു. ഞാൻ വണ്ടി പറയട്ടെ വണ്ടി നിർത്തിട്ട് സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വണ്ടി അയാള് പറയുന്നു 5 പറയുമ്പോ ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന നോക്കി. അത് കഴിഞ്ഞേ 5 വണ്ടി അങ്ങ് എടുത്തു. സിഗ്നല് തുറന്നു. സിഗ്നൽ അടഞ്ഞ അപ്പോഴാണ് തല്ലൂടിയ. അടിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെയാണ്. പിന്നെ എന്റെ മൂട് പോയില്ലേ. തല്ലൂടാളെ മൂട് പോയി. ഒക്കെ പോയി. ആ മൂടാ കളഞ്ഞു. ചോദിക്കുമ്പോൾ കരയണു. അടുത്തത് ഇടുമ്പോ നോക്ക് ചോദിക്കുമ്പോൾ അടുത്തത് നമുക്ക് വേണ്ട നമ്മുടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് നാച്ചുറൽ ബ്യൂട്ടിയാ. അമൃതന്റെ കൂടെ നടക്കണേ അതിനാ അവളെ ഞാൻ ഇടക്കിടയ്ക്ക് ചിരിപ്പിക്കും. ചോദിക്കുമ്പോളെ ഞാനോട് ഒരുമിച്ച് ജിമ്മിൽ പോണേ. ഇവിടെ വണ്ണം വെക്കാൻ ഞാൻ വണ്ണം പറയും. അടുത്തത് ആരാണ് മോശമായി കുക്ക് ചെയ്യുന്ന ആൾ? കട്ടക്ക് ഇതെന്തോ അത് വെള്ളം അവരോട് വീട്ടെ ഉയരല്ലേ അവള്. ഇവിടെ ആരെ ശരിക്കും പണിയെടുക്കണേന്ന് അറിയാം. പിന്നെ ഇതായിട്ടില്ല. ഞാൻ നന്നായി വെക്കട്ടെ ഗൈസ്. ചെമ്മീൻ കറിയൊക്കെ കൂടി മാക്ക് നടിക്കാറുണ്ട്. ഞാൻ യൂട്യൂബിൽ വീഡിയോ ആൾക്കാർ എല്ലാവരും വെക്കും. ലാസ്റ്റ് നമുക്ക് കറി വരും. ഇത്ര ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കും. എന്താ നീ മുടി അമ്മക്ക് ഏറ്റവും നല്ല മകൾ ഇതിലേതാ?
ഏറ്റവും നല്ല മകളില്ലേതാ പറ ഇട്. അവര് അല്ലാത്ത ആളെ മുക്കിയാ മതി. രണ്ടാളും കട്ടക്കവരാ. രണ്ടാളും നല്ലതല്ലാന്ന്. അല്ല, രണ്ടുപേരും നല്ലതല്ല. ഒന്നിലൊന്ന് മെച്ചമുള്ളവരാ. ആ വീട്ടിൽ നല്ല ഉപകാരം ചെയ്യുന്ന കുട്ടി. അവളെ മുക്കിക്കോളി. ഞാൻ അത്ര ഉപകാരം ചെയ്യില്ല. എനിക്കുള്ള വരുമാനത്തിലുള്ള ഉപകാരമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അത്ര ഉപകാരം ആളെ ശരീരം കൊണ്ടുള്ള ഉപകാരം ഞാൻ മാത്രം ഒടുക്കി ചെയ്യുള്ളൂ. പണം കൊണ്ടുള്ള ഉപകാരം വാരി കൊരിപ്പ് ഉണ്ടാവായിരിക്കും. അതുകൊണ്ട് പണം കൊണ്ടാവുമ്പോ കുലിക്കുന്ന ചാമ്പയ്ക്കേറെ മരം മഴ അവിടുത്തെ വീട്ടിലെ ചാമ്പയ്ക്കില്ല. ഇവിടെ ഒന്നുമില്ല. പിന്നെ അപ്പൊ എന്തിട്ട് ഉപകാരമുള്ളേ മുഖ്യമോളെ പറമേ. ഞാൻ ആരെയും പറയാനില്ല. രണ്ടുപേരെ കൊണ്ട് ഉപകാരമില്ല എന്നൊക്കെ അർത്ഥം. ശരീരം കൊണ്ട് ഉപകാരമുള്ള ആളാ അല്ലാത്ത ആളാരാ? ശരീരം കൊണ്ട് ഉപകാരമില്ലാത്തവളാരതില്? ശരീരം കൊണ്ട് മീൻസ് അതായത് എല്ലാ കാര്യത്തിനും ഓടി എത്തണ ആളാരാ? ആരമ്മേ? രണ്ടാളും. രണ്ടാളും ഉണ്ട്. ഒരാളെ പറ്റില്ല. അമ്മക്ക് വീട്ടിൽ പോണമുള്ള കൂടെ അതെ ചുട്ടൊന്നല്ല. പിന്നെ ബിഗ് ബോസിലുണ്ടായിരുന്ന കാലത്ത് ഇവൾക്ക് തുണിയും മണിയും പറക്കാൻ വേണ്ടി നമ്മൾ എന്നെയുണ്ടല്ലോ ചെരുപ്പൂരി തരണം. അതെ ഇവള് ചെരുപ്പിന്റെ ഇവള് 350 ചെരുപ്പ് നിങ്ങള് പോയി പറക്കല്ല അവിടുന്ന് എല്ലാം കൊണ്ടുവരും. ഒരുത്തം വരും, അവന് ഒരു സ്റ്റിക്കറും ഒരു പെട്ടിയും കൊണ്ട് വരും. ചിലവർ പെട്ടി ഞങ്ങളാകാം. എന്നിട്ട് ഡ്രൈവർ വരെ അതെ വണ്ടി ഓടിക്കാത്തവളാണ്. മര്യാദക്ക് വണ്ടി ഓടിക്കാത്തതാര്? അമ്മേ മര്യാദക്ക് വണ്ടി ഓടിക്കാത്തതാര്? പറയാ രണ്ടുപേരും മുക്കലടി അവളങ്ങനെ വേഗത്തും നന്നായി ഓടിക്കണത് വേഗത്തും കാര്യങ്ങൾ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്ക്? കിടക്കടി മോളെ എവിടെ? അവൾക്ക് തന്നെയാ കിടക്ക്. നീ ഇളകില്ല എന്നാ കിടക്ക്. ഇന്ന് വരെ നീ ഇളകിണ്ട്. അവിടെ കിടക്ക്. അവളെ മുക്കില്ല. മോളെ മുക്കിക്കോളാൻ അതാണ്. അവിടെ കിടക്ക് തുടച്ചു. വരുമ്പോ അമ്മ പറയും 5 മിനിറ്റ് എന്റെ ചെയ്തൊരു പറയും 5 മിനിറ്റ് ചോദിക്കുക. അപ്പൊ തന്നെ അറിയാം എനിക്ക് ഭ്രാന്ത് കൂടി ഉണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. സമാധാനപരമായ കുടുംബജീവിതത്തിന് അതാണ് ഉത്തമം. അല്ലെങ്കിൽ ഇപ്പൊ 5 ദേഷ്യപ്പെടുമ്പോ ഞാൻ അതിനനുസരിച്ച് ദേഷ്യപ്പെട്ടു. യൂട്യൂബില് സംവിധാന ആരുടെ ഒരു വീഡിയോ കണ്ടു. ഗുരുവായൂർ അമ്മയെ ഗുരുവായൂരപ്പ അങ്ങനെ ഒരു സംഭവം കണ്ടു. അതിനാണ് കേട്ടോ സമാധാനത്തിന്റെ പറത്തിക്കൊണ്ടേ. അല്ലെങ്കിൽ ഞാൻ 5 എന്ന് പറഞ്ഞു ഇപ്പൊ ഒന്നും മിണ്ടലില്ല. പറയാറില്ല. അവൾക്ക് ഫിസിയോഡിയുടെ അവൾക്ക് ശരിയാണ്. അവൾക്ക് പറ്റില്ല അത്. ഞാൻ മിണ്ടാണ്ടിരുന്നോളം പറയും. അവിടെ പോയി റെസ്റ്റ് എടുത്തിരിക്കും കുറച്ച് നേരം പറയും. എന്റെ ഭാഗ്യം രാഹുലിനോട് പറയും 5 അങ്ങനെ ദേഷ്യപ്പെടുന്ന നേരത്ത് നീ ഒന്നും തിരിച്ചു പറയണ്ട, കുറച്ച് കഴിയുമ്പോ ശരിയായി. അയ്യോ അവരൊക്കെ ഒരു ഇത് കുത്തൊന്നും വേണ്ടേ? 5 കാശ് അത് വരുത്തി കുട്ടിയതാ. അപ്പൊ എന്തായിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് അമ്മ എന്റെ അമ്മ വണ്ടിയിൽ എങ്ങനെയാണെന്നറിയോ ഇരിക്കുക? നെഞ്ചും വിരിച്ച്. അതായത് ഏതോ ഇല്ലത്തെ തമ്പ്രാട്ടിനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുപോണ പോലെയാണ് അമ്മ ഇരിക്കുക. ബ്രേക്ക് പിടിച്ചപ്പോ കൂടെ പോവും. ബ്രേക്ക് പിടിച്ച ബ്രേക്ക് ഞാൻ ഈ വളവ് ഒക്കെ മൈനർ റോഡിലാണ് വന്ന് അവസാനിക്കുക. ഈ വളവ് ഇങ്ങനെ തിരിയുക. ഒന്നാമത് കയറി ഇങ്ങനെ ഒരു ഇരിപ്പാണ്. എവിടെയും തൊടാണ്ട് ഇങ്ങനെ ഇരിക്കും. ആ ഇരിപ്പില് തല മാത്രമാണ് അനങ്ങുള്ളൂ. ശരീരം അല്ലെങ്കിൽ ഒരു ചാക്ക് കയറ്റി വെച്ചോണം അങ്ങനെ ഇരുന്നോളൂ. എന്നിട്ട് എന്തിട്ടാന്നറിയോ? അയ്യോ തെറ്റായി പോയാ മ്യൂട്ട് ചെയ്തോട്ടാ ക്ലിക്ക്. എന്നിട്ട് ഞാൻ അങ്ങട് ഗൈസ് ഇത് ക്യാമറ പിടിക്കുന്ന ആൾക്ക് പേടിയായി. ഇനിയിപ്പോ ഇവൾക്ക് പൊങ്കാല വരുമെന്ന് പേടിച്ചിട്ട് ഇവള് അമ്മായിമ്മ അങ്ങനെ പതുക്കെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല ഈ കുടുംബത്തിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് എന്ത് വേണേലും പറയാൻ പറ്റും. അമ്മായിമ്മ മരുമോള് ആങ്ങള അങ്ങനെയൊന്നുമില്ല. എന്നെ എടുത്തിട്ട് കുത്തുക എന്റെ ഭർത്താവിന്റെ അനിയനാ. വേറെ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവൻ അത്രയും നന്മ നിറഞ്ഞവരാണ്. ആ നന്മമാരെ എങ്ങനെയാണെന്നുള്ളത് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നെ കുനിച്ച് നിർത്തി കൂമ്പിലടിക്കണ ഈ നാട്ടുകാർ വരെ കാണുന്നുണ്ട്. എന്നെ ഓടിച്ചിട്ട് കല്ലെറിയും. അത് വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത്രയും പീഡനങ്ങളുടെ നടുവിലാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ. പിന്നെ എന്നിട്ട് പറയാവുന്ന അമ്മയുടെ യാത്ര. അമ്മ വണ്ടിയിൽ കയറി ഒരു അറ്റിരിപ്പ. ഞാൻ തട്ടിയിടുന്നതിനൊന്നും ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വണ്ടിയിൽ എവിടെയും പിടിക്കാൻ സ്ഥലമില്ല. എന്റെ എൻഡോർക്കാണ് 125 സീസറ വണ്ടി. എവിടെയും പിടിക്കാൻ സ്ഥലമില്ല. അപ്പൊ എന്താ വെച്ചാൽ കേറിയിരുന്ന ഞാനില്ലേ എന്നെ പിടിച്ചൂടെ? ഞാൻ ഇല്ലല്ലോ
എല്ലാരും പറയും സതി അതിനെ എവിടെയും പിടിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറ്റൊന്നുമില്ല കേട്ടോ, സതി എവിടെയും പിടിക്കില്ലല്ലോ എന്ന് എല്ലാവർക്കും അറിയാം, അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ബ്രേക്ക് പിടിച്ചു, ദാ പോണു, ഒരു 5 സെക്കൻഡ് കൂടി ഞാൻ വണ്ടി ഇത്തിരി തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തോട്ടിയെ കിടന്നേനെ. നേരെ വന്നിറങ്ങി ഫ്രണ്ടിൽ വന്ന് നിൽക്കണു, ബ്രേക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തിരിഞ്ഞു പോയിട്ട് അമ്മനെ പിടിക്കാൻ പറ്റും, ഞാൻ ഫ്രണ്ടിൽ ബ്രേക്കും പിടിക്കുക, തിരിഞ്ഞു പോയി അമ്മനെ പിടിക്കുക, നടക്കണ കാര്യമില്ല, അമ്മ വീഴും, സ്വാഭാവികമാണ്, അത് പ്രകൃതിയുടെ നിയമമാണ്, ഗുരുത്വാകർഷണ ബലം ഉണ്ടല്ലോ, ഭൂമിയിലേക്ക് കഴിഞ്ഞാൽ പോണ്. സംസാരം കേട്ടെ, മതി. അതെ, മഞ്ജു പിള്ളയുടെ സീരിയൽ തുടങ്ങിയായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ ഗൈസ്, ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നന്ദനയുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, നാളെ നന്ദനയുടെ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് വരും, ചെട്ടിനാട് ബിരിയാണി. ആ ബിരിയാണി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള തൊട്ടുള്ളത് നന്ദന വീഡിയോ ഇടും. പിന്നെ നന്ദന ഒരു ഡെയിലി റൂട്ടീൻ പോലെ തന്നെ വീട് ക്ലീൻ ചെയ്യണതും അങ്ങനെയുള്ള വീഡിയോസ് നന്ദന വരും. പിന്നെ ഞങ്ങളുടെ 7ാമത്തെ വിവാഹ വാർഷികം, അനിയത്തിയും ഫ്രണ്ടും അമ്മയും കൂടി കേക്ക് കൊണ്ടുവന്നു, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു, പരസ്പരം കൊടുത്തു, പരസ്പരം കഴിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചു. ഈ പറഞ്ഞതൊക്കെ തമാശയായിട്ട് കണക്കാക്കണം. അമ്മേനെ ആരൊന്നും ചെയ്യരുത് കേട്ടോ, അമ്മേനെ നെഗറ്റീവ് ഇട്ട് വല്ല കമന്റ് ആക്കാൻ ഇട്ടാ ഞാൻ വീട്ടിൽ വന്നല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മരുമകളല്ല, ഞങ്ങളെ അമ്മയും മോളാണ്, അതെല്ലാവർക്കും അറിയാം. കറങ്ങാതെ ഉയരില്ലേ തങ്ക മനസ്സ് പെട്ട മനസ്സ്. ഈശ്വരാ വീഡിയോ എനിക്ക് ജനിക്കാണ്ട് പോയ മോളാണ്. ദൈവമേ, ഗൂഗിൾ പേ കൊടുത്തത് പറയുന്നത്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ജന്മത്തില് എന്താ പറയാമോ, എന്നെ കൊന്നതാന്നോ? ജന്മത്തില് എന്റെ മോളായിരുന്നു, ഈ ജന്മം മോളായിട്ട് മരുമകളായിട്ട് വന്നു. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മതി, അമ്മായി വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കണ ആള് ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാം എനിക്കറിയുള്ളൂ. പിന്നീട് എല്ലാം പറയട്ടെ, എന്നെ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കും. പിന്നെ ഞാൻ അമ്മയെ നിൽക്കണം മതി. ഇവര് രണ്ടാളും ശല്യങ്ങളാണുള്ളത്. ഞങ്ങൾ അത്ര വൈബില. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അമ്മക്ക് പേടി ഇനി മൈക്ക് അമ്മരത്തി വന്നാലോ ഒന്ന്. അമ്മ പറയും ലൈക്ക് ഷെയർ മൈക്ക് പോയി സർപ്രൈസ് ചെയ്യാ. അമൃത പറയും ലൈക്ക് ഷെയർ ചെയ്യാ, ഞാൻ വിചാരിച്ചു ഈ 2 കല്യാണം വിട്ടേക്കാണ്, 2 വലിയ കൂട്ടിക്കിന് ഇരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുന്നു. ഭാഗ്യത്തിൽ അത് പറഞ്ഞില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ. ഒരുമിച്ച് പോയി പറയാം. Ready 1 2 3 start. Ready 1 2 3 start. Bye. അമൃത പറയല്ലേ?